കുട്ടികളെയും ശ്രീനിഷിനെയും ഒക്കെ വിട്ട് പേളി ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പുറത്തു പോകുന്നത്. അത് വളരെയധികം വിഷമത്തിലേക്ക് ചെന്നെത്തിച്ചു എന്നാണ് പേളി തന്നെ ഇപ്പോൾ പറയുന്നത്. പേളിയുടെ സങ്കടം എന്തെന്നാൽ എനിക്ക് ശ്രീനിഷും മക്കളും ഇല്ലാണ്ട് അധിക ദൂരമൊന്നും പറ്റില്ല എന്നതാണ്. ആദ്യം ഇത് ബുക്ക് ചെയ്തപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ദിവസം അടുക്കും തോറും ടെൻഷൻ വർദ്ധിച്ചു. ശ്രീനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നത് അവനെ വളരെയധികം തന്നെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ അവനത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ആ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ശ്രീനിഷില്ലാതെ ഒരു കാര്യവും കുറേയധികം വർഷങ്ങളായി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല എന്ന് പേളി പറയുന്നു. അറിയാത്ത സ്ഥലത്ത് ട്രെയിനിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വരികയും അവിടെ സ്റ്റക്കായി പോവുകയും കൂടി ചെയ്തപ്പോൾ പേളി അത് ഉറപ്പിച്ചു പറയുകയാണ്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. വ്ളോഗിനിടയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേളി ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുവെന്നും അതിനനുസരിച്ച് തന്നെ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷക പ്രീതിയോടെ തന്നെയാണ് ഈ വാർത്തയെല്ലാം നിൽക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഈ വാർത്ത നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം തന്നെ ബഹുമാനവും അതുപോലെ തന്നെ വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണെന്നും പറയുന്നു. പേളി എന്ന് പറയുന്ന വ്യക്തിയുമായി ഇത്രയും അധികം അടുപ്പമുള്ള ആളുകൾ എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. പേളി എന്നത് എല്ലാവർക്കും വളരെയധികം ഇൻസ്പിറേഷനാണ്. മക്കളും ശ്രീനിഷും ഇല്ലാതെ എവിടെയും പോകാത്ത പേളിക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നതെന്ന് കൂടി പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാകുന്നു എന്നത് തന്നെയാണ് ഒരു സത്യം. പേളിക്ക് വളരെയധികം വിഷമം വന്നാണ് പേളി ഇത് സംസാരിക്കുന്നത്. പേളിയുടെ ജീവിതത്തിൽ അങ്ങനെ ഇതുവരെ എവിടെയും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പേളിയെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആരും അറിയാത്തൊരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ പേളിക്ക് സങ്കടം വരുന്നു എന്നാണ് പേളി പറയുന്നത്. അതിൽ പേളിക്ക് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് സൗണ്ട് ഇടറുന്നതും പ്രേക്ഷകർ കേട്ടു. എന്നാൽ കരച്ചിൽ വരുന്നതിന് മുൻപ് തന്നെ പേളി അത് അടക്കി പിടിക്കുകയും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ശ്രീനിഷിനെ വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തിരുന്നു. വീഡിയോ കോളിംഗ് ഒരു വളരെയധികം ആശ്വാസമാണ്. എന്തുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാം, പറയാം എന്നുള്ളതാണ് ഒരു ആശ്വാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പോകാനാകുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. കുഞ്ഞു കുട്ടികളുള്ള ഞാൻ അവരെ ഒറ്റയ്ക്കാക്കി വന്നത് ശരിയാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. ഞാനൊരു നല്ല അമ്മയാണോ? ഞാൻ അങ്ങനെയെങ്കിൽ അവരെ ഒറ്റയ്ക്കാക്കി വരുമോ? എല്ലാവരുമായി ഒരുമിച്ച് പോവുകയല്ലേ ഞാൻ ചെയ്യേണ്ടതെന്ന് പോലും പേളി ചോദിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.